ഇന്നിപ്പോ ഒരു ഫോൺ കോളിന് അപ്പുറത്തുണ്ടോ അല്ലു അർജുൻ? ഞാൻ ഇടക്കാലത്തൊന്നും ശ്രമിച്ചിട്ടില്ല, ബിക്കോസ് ഞാനും കുറച്ച് തിരക്കിലായിപ്പോയി. പക്ഷെ കാണുമ്പോൾ നല്ല സ്നേഹമാണ്. ആദ്യ കാഴ്ച ഓർമ്മയുണ്ടോ അല്ലു അർജുൻ്റെ? ഫസ്റ്റ് കാണുന്നു എന്തായിരുന്നു? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അന്ന് അല്ലു അർജുൻ ഗീതാർട്സ് അവരുടെ ഓഫീസിൽ ഞാൻ സ്ഥിരമായിട്ട് പോയിരിക്കുന്ന ഒരാളാണ്. എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചു, നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇന്ന് സംസാരിച്ചു. ഗീതാർട്സിൽ വെച്ചാണ് മീറ്റ് ചെയ്യണത്. പുള്ളി ഒരു കാഷ്വൽ ടീഷർട്ട്, കോളറില്ലാത്ത ടീഷർട്ടൊക്കെ ഇട്ട് വന്നു, വളരെ കാഷ്വലായിട്ട് സംസാരിച്ചു. അന്ന് അത്രയ്ക്കൊരു ആർട്ടിസ്റ്റ് ആയിട്ടില്ലല്ലോ, ജസ്റ്റ് അപ്കമിങ് അല്ലേ. പക്ഷെ ആളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ വലുതാണ്, സ്ട്രെങ്ത് ഉള്ള ബാക്ക്ഗ്രൗണ്ട്, ഫിലിം ഫാമിലിയാണ്. ഒരു ബാക്ക് ബോൺ ഭയങ്കര. ബണ്ണിന്നാണോ തുടക്കം തൊട്ട് വിളിച്ചു തുടങ്ങുന്നത്? അങ്ങനെയാണ് അവിടെ വിളിക്കുന്ന എല്ലാവരും. ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെയാണ് ഏകദേശം ദിവസങ്ങൾ അവിടെ പോയി. എനിക്കൊരു റൈറ്റ് സൈഡ് ഒരു ക്യാബിനിൽ ഞാനും അല്ലല്ലേ നോട്ട് ക്യാബിൻ, എല്ലാവരും ഞങ്ങൾ കൂടിയിരുന്ന് സംസാരിക്കുന്ന അവിടെ ഇരുന്ന ഒരു സ്ഥലം. രാവിലെ പോയാൽ വൈകുന്നേരം വരെ ചിലപ്പോൾ ഇരിക്കും, ഉച്ചവരെ കുറെ എല്ലാവരും നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അല്ലു അർജുൻ അത്ഭുതമായിരുന്നോ? തെലുങ്ക് സിനിമകൾ അദ്ദേഹത്തിന് വലിയ എഫേർട്സ് എടുക്കുന്നില്ലല്ലോ. അദ്ദേഹം മലയാളികളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് എഫേർട്സ് ഒന്നും എടുക്കുന്നില്ല. അദ്ദേഹം തെലുങ്കുകാരുടെ സെൻസിബിലിറ്റീസിന് വേണ്ടിയിട്ട് തന്നെയാണ് പടം ചെയ്യുന്നത്. പക്ഷേ ഇതിന് ബാക്ക് എൻഡിൽ ഒരു വലിയ ടീം വർക്ക് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഇവിടെ വലിയൊരു ഫാൻ ബേസ് ഉണ്ടായി വരുന്നു. ഇവിടെ ആ 2005 മുതൽ 2008 വരെയുള്ള കാലത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, വിജയ്, അല്ലു അർജുൻ ഇതായിരുന്നു മെയിൻ ലീഗ്. അതിനെപ്പറ്റി അദ്ദേഹം അവെയർ ആയിരുന്നോ? വിഷ്ണു അല്ലേ പേര്? യെസ്. വിഷ്ണു ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ഹീറോയെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ ഏറ്റവും വിഷമമുള്ള ഒരു വ്യക്തികളാണ് മലയാളി. ശരിയാണ്. ഈ മലയാളികളുടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവൻ ദോ റൊണാൾഡോ ആണെങ്കിലും മെസ്സി ആണെങ്കിലും, അവർക്ക് അവരെ ക്രൈസ് എന്ന് പറയുന്നത് വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് മലയാളി. ബേസിക്കലി മലയാളി സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാണ്. ഈ കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ ഈ ക്രൈസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ്, അവരെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് മലയാളി. ഈ മലയാളികളുടെ മുന്നിൽ മറ്റൊരാള് ആളാവുമെന്ന് പറയണത്, ഇപ്പോൾ എക്സ്പെഷ്യലി മലയാളി ഗേൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യയിൽ മൊത്തം എല്ലാവരും, എനിക്കിപ്പോൾ അനുഭവമുണ്ട്, ഞാൻ ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു മലയാളി ഗേൾസ് വാവ് ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറയുമായിരിക്കും. അതിനേക്കാൾ ഭംഗി കൂടുതലാണ് മലയാളി പയ്യന്മാർക്ക്. നമ്മൾ ഗേൾസ് നമ്മുടെ മുമ്പ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. മലയാളി പയ്യന്മാർ വൃത്തിയുള്ള, ഡ്രസ് കോഡുള്ള, ഹാൻഡ്സമായിട്ടുള്ളവരാണ്. അപ്പോൾ ഈ മലയാളി പയ്യന്മാരുടെ മുന്നിൽ ഇവർ കൈ കൊടുക്കാനോ അല്ലെങ്കിൽ താല്പര്യം കാണിക്കാനോ കൊടുക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാ തുറയിലും മലയാളി സാന്നിധ്യമുണ്ട്. ഇവർ സർക്കിളായിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ മലയാളിയാണ്. അതൊരു പ്രസ്റ്റേജാണ്. അത് ആർക്കും കൈവരിക്കാൻ പറ്റാത്ത നേട്ടമാണ്. ആ നേട്ടം അല്ലു അർജുൻ ചെറുതായിട്ട് കാണത്തില്ല. ആ നേട്ടം അല്ലു അർജുൻ മറ്റൊരു ആർട്ടിസ്റ്റിന് ഇപ്പം ചരനുണ്ട്, NTR ഉണ്ട്, പ്രഭാസ് ഉണ്ട്. പ്രഭാസ് സൂപ്പർ ഇട്ട് കൊടുത്താണ്. പിന്നെന്താ അന്വേഷിച്ച ഒരു പടവും ഫാൻസ് ഉണ്ടാത്ത. അടിസ്ഥാനപരമായിട്ടൊരു ബേസ്. ഇപ്പം നമ്മളൊരു 5 നില 10 നില ബിൽഡിങ് കെട്ടുമ്പോൾ അസ്ത്രിന്റെ പില്ലർ ഇടുന്നതിലല്ലേ കഴിവിരിക്കുന്നത്, എൻ്റെ ബേസ് ഇടുന്നതിലല്ലേ കഴിവിരിക്കുന്നത്. ബേസ് ഇട്ടാലേ പിന്നെ ബിൽഡിങ് മതിലോ കെട്ടി മുകളിൽ പോകാം. ആമാതിരി ഒരു പില്ലറ് ജനറേറ്റ് ചെയ്തതിലാണ് നമുക്കെന്തെങ്കിലും രീതിയിൽ അല്ലു അർജുൻ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ്. അവർ ചിലപ്പോൾ അതിനെ വെച്ചിട്ട് വലുതാക്കിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഖാദറസൻ ഇന്ന് അവർക്കൊരു അഭിവാദ ഘടകമല്ല. കാരണം എന്നെ വിട്ടിട്ട് എന്നെ നല്ല രീതിയിൽ പടങ്ങൾ ചെയ്തു അവർ വിജയിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ തുടക്കത്തിൽ അതിന് വേണ്ട ഈച്ച് ആൻഡ് എവരി എന്താ പറയുന്ന എവരി പിൻ പോയിന്റ്, ആ ഒരു സ്മോൾ തിങ്സ് പോലും ഞാൻ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹാപ്പിയെ പറ്റി 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ ഹാപ്പിയിൽ ഏറ്റവും അധികം ആളുകൾ പടത്തോട് കാണുമ്പോൾ ഭയങ്കര ആവേശത്തോടു കൂടി കാണുന്നതും അല്ലാതെ പടം അല്ലാതെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഒരിക്കലും ഒരു മലയാളം പടത്തിൽ വരില്ലല്ലോ ഈ സൈഡിൽ ഈ പെർഫോമൻസ് എന്ന് വിചാരിക്കുന്ന കാര്യമാണ്. പോലീസ് സ്റ്റേഷൻ ഫൈറ്റിൽ എൻ്റെ മധുമതി എന്ന് പറഞ്ഞ് അടിച്ചു കരയുന്നത്. അത് നോർമലി ഒരു മലയാളം പടത്തിൽ പ്ലേസ് ചെയ്ത മലയാളം ആക്ടർ ചെയ്താൽ ചിലപ്പോൾ അത്രയും വർക്ക് ആവണമെന്നില്ല. ഈ സീൻ കാണുമ്പോഴും അതിന് വേണ്ടിയിട്ട് ജിസ്റ്റോയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കണം,
ഡബിപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനെ വർക്ക് ആവുമെന്ന് ഉറപ്പുണ്ടായിരുന്നു? അതായത് കുറച്ച് ഓവർ ആയിട്ടാണല്ലോ അല്ലു അർജുൻ അത് ചെയ്യുന്നത്. അതായത് ആ സിനിമയിൽ ഉണ്ടാവുന്ന ഒരു പ്രധാന ഘടകം, നിങ്ങൾ ആദ്യം ഒരു പോയിന്റ്, നിങ്ങൾ വിഷ്ണു ഒരു പോയിന്റ് പറഞ്ഞു, മലയാളികൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് സിനിമ. യെസ്. ഒന്നും അമിതമായിട്ട് എക്സൈറ്റ് ആവില്ല, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവും. അത് എന്നെയല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിസ്മോൻ അതിൽ വിടാതെ അയാൾ അത് കൺട്രോൾ മലയാളികൾക്ക് ഇണങ്ങുന്ന രീതിയിൽ അത് ചെയ്തെടുപ്പിച്ചു. അതുപോലെ തന്നെ ദേവി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അതിലെ ഡബിങ് ചെയ്ത പെൺകുട്ടി, അവൾ എക്സ്പീരിയൻസ്ഡ് ആണ്. അന്ന് ആ ദേവി ആ വോയിസിൽ മിതത്വം, ദേവിയേക്കാൾ കൂടുതൽ ജിസ്മോനെ തന്നെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ജിസ്മോൻ അതിൻ്റെ ഒരു ഇമോഷണലി വരുന്ന ആ ഒരു വോയിസിനെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിനൊരു ലിമിറ്റ് വെച്ച് അത് ചെയ്തു. പിന്നെ ഞാൻ അതിൽ മിക്സിങ് ടൈമിൽ ഞാൻ അതിൻ്റെ ആ പെർഫെക്ഷൻ, ആ ഒരു DTS മിക്സിങ്, അന്നൊക്കെ DTS ആണല്ലോ, DTS മിക്സിങ് ടൈമിൽ നമ്മൾ അതിൻ്റെ ഒരു ലെവലും അതിനൊക്കെ റിവേർബ് കൂട്ടി. അതിന് ആ ഒരു സ്ട്രൈറ്റ് ഇമ്പാക്റ്റ് വരാത്ത തരത്തിൽ റിവേർബ് കൂട്ടിയിട്ട് അന്ന് നമ്മുടെ ഒരു പാറ്റേൺ ഇട്ടു. അതിനൊരു അതായത് ജെർക്കാവാത്ത തരത്തിലുള്ള വോയിസ് കേൾക്കുമ്പോൾ നമ്മൾ ജെർക്കാകാത്ത തരത്തിലുള്ള, നമ്മളെ ഒരു സ്പർശിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു. അന്ന് ശങ്കർ എന്ന് പറഞ്ഞിട്ട് ഭരണി സ്റ്റുഡിയോയിലെ എൻജിനീയറാണ് എൻ്റെ കൂടെ ഇരുന്നത്. അപ്പം ഞാൻ ശങ്കറുമായിട്ട് ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അയാൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അതുപോലെ ഈ പാട്ട് കേട്ടാൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ആ സീൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഓർമ്മ ഉണ്ടോ? പാട്ട് എനിക്ക് മ്യൂസിക് വേണം, ഫൈറ്റ് ചെയ്യണമെന്നാണ് സീക്വൻസ്. അതിൽ പാട്ട് കേട്ടാൽ, ആ പാട്ട് കേട്ടാൽ ഉള്ള ഒരു കാര്യം പറയേണ്ടത്, ആ സിനിമയിലുള്ള ഒരു ഘടന, അതിലൊരു പാട്ട് വേറെ പടത്തിലെ പാട്ടാണ്, ചിരഞ്ജീവിയിലെ ഒരു പടത്തിലെ പാട്ടാണ് അതിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതിന് മാച്ചാവുന്ന തരത്തിലുള്ള പലതും കയറ്റി. അപ്പൊ അത് കേട്ടിട്ട് ആ ഒരുത്തൻ പാടുമ്പോൾ ലജ്ജാവതിയെ അതൊക്കെ കൊണ്ടുവന്നു. അപ്പൊ അതിൽ ഇണങ്ങുന്ന തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതൊരു ഹീറോയിസം കാണിക്കാൻ നമ്മൾ ചില പൊടിക്കകൾ കാണിച്ചേ പറ്റത്തുള്ളൂ. ഹീറോയിസം എന്ന് പറയുമ്പോൾ അത് ഒരു മാജിക്കാണ് ഹീറോയിസം. പിറകിൽ എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ മാജിക്ക് പൊളിഞ്ഞു പോകും. അതായത് സ്ക്രീൻ എന്ന് പറയുന്നത് വന്നിട്ട് ഒരു സെല്ലുലോയിഡിൽ കാണുമ്പോൾ എന്ത് ആവേശം വരുന്നോ അതാണ് സിനിമ. അതിൽ എനിക്ക് പാട്ട് കേട്ടാലേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂന്നോ, അല്ലെങ്കിൽ 4 പേര് 6 പേര് 3 പേര് വരാതെ 4 പേര് വെച്ച് വന്നാൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു ആവേശം പറഞ്ഞത് ഇത് സെല്ലുലോയിഡാണ്. ഒരു സാധാരണ ഒരു ഹീറോയിൻ പെണ്ണിനെ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഹീറോയിനല്ല, സെല്ലുലോയിഡ് കാണുമ്പോൾ അവൾ ഹീറോയിനാണ് അല്ലെങ്കിൽ ഹീറോയാണ്. ഇപ്പം അല്ലു അർജുൻ നമ്മളെ കൂടെ വന്നിരുന്നാൽ അല്ലു അർജുൻ സാധാരണ ഒരു മനുഷ്യനാണ്, വ്യക്തി തന്നെയാണ്. അത് അടുത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ മറ്റൊരു ഈ കാന്തമ്മ, പൊന്നമ്മ, തങ്കമ്മ ആ പേരൊക്കെ സാറിന് സജഷൻ ആയിരുന്നോ? അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയ, കോമഡി വരാൻ വേണ്ടി ഉണ്ടാക്കിയ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇപ്പൊ ശാന്തമ്മ സിംഗ്, അതിനൊരു അറിയാതെ ജനത്തിനൊരു ചിരി വരണം. അതൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഉണ്ടാക്കി എടുക്കുന്ന ഒരു സംഭവങ്ങളാണ്. ആ പഞ്ചാബി ലേഡി അത് തന്നെയായിരുന്നു തെലുങ്ക് വേർഷനിൽ പറയണത്. അതായത് ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാമോ സാർ? അങ്ങനെ അല്ലല്ല, അത് വേറെ രീതിയിലാണ്, അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതുപോലെയുള്ള ഒരു വേറെ രീതിയിലാണ് നമ്മൾ അതിനെ മാറ്റി മലയാളീകരിച്ച് എടുത്തിട്ടുണ്ട്. ഈ മനോജ് ബാജുവിനോട് ഇയാൾ കഥ പറയുമല്ലോ, സാർ കല്യാണം കഴിച്ചു സാർ, ഞാൻ മുകളിലോട്ട് പോകുന്നിട്ട് നടന്നു പോകുന്നുണ്ടല്ലോ. അത് ശരിക്കും പഞ്ചാബി ബസ്സിൽ മറ്റേ കൊച്ചിൻ ഇപ്പൊ പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടിയാലേ സാർ എന്നുള്ള രീതിയിൽ നടന്നു പോകുന്ന ഒരു സീക്വൻസാണ്. ആ ഇങ്ങനെ അല്ലു അർജുൻ നടന്നു വരുന്നത് പിന്നെ ഒരുപാട് ട്രോളുകളിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഡയലോഗ്സ് എഴുതുമ്പോൾ എന്തെങ്കിലും പ്രിസൈസിൽ ശ്രദ്ധിച്ചിരുന്നോ? കാരണം അത് മനോജ് ബാജ്പേയിനെ പറ്റിക്കുകയും വേണം, എന്നാൽ നമുക്കത് കോമഡി ഫീൽ ചെയ്യുകയും വേണം. ആ സീനിൽ എഴുതുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഓർമ്മയില്ല. അങ്ങനെ ഒരു സീനിൽ എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. ഏത് സീനായിരുന്നു? അതായത് മനോജ് ബാജ്പേയിയോട് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യണല്ലോ അല്ലു അർജുൻ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതില് അത്
ഒരു പവൻ കല്യാണിൻ്റെ ഒരു സിനിമയിലെ സീനാണ്. ആ ആ ആ പവൻ കല്യാണിൻ്റെ സീനിനെ അത് ഫലിപ്പിക്കാൻ ഭയങ്കര പാടാ. ആ യെസ്, കാരണം നമ്മളെ പടം കണ്ടിട്ടില്ല. അത് ഞങ്ങൾ ആ വാക്ക് ജനിലിയ ഒരു വാക്ക് പറയുന്നുണ്ട്, ആ പ്രിയദർശനാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ച മോഹൻലാൽ എന്നാണ്. ഓ മോഹൻലാലിന് കൊടുക്കണം, സാറ് സിനിമ ഒന്നും കാണാറില്ല, അങ്ങനെ എന്തോ ഒരു ചേർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അന്നത്തെ സമയത്ത് തീരുമാനമെടുത്ത ചില കാര്യങ്ങളാണ്. ലിപ്പ് സിങ്കാവണം, ഓ പ്രിയദർശൻ, അത് വേറെന്തോ ആണ് അവിടെ പറഞ്ഞത്.